എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ഈ അടുത്ത കാലത്ത് വിശുദ്ധ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെഥെസ്ദ കുളക്കരയുടെ പശ്ചാത്തലത്തിൽ ഒരു ഗാനം എഴുതണമെന്ന ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അതിനനുസരിച്ച് ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്: പഞ്ചമണ്ഡപക്കടവിൽ പണ്ടു ഞാൻ കിടന്ന നേരം, ജലകലക്കം കണ്ടു നീങ്ങി നീങ്ങി ചെന്നു ഞാൻ. 3 പതിറ്റാണ്ടിലേറെ കാലം വൃഥാവാക്കി ഞാനും, കേവലം ഈ കലങ്ങൽ വെള്ളം ഒന്ന് തൊടാനായി. ആശ്രയിപ്പാൻ ആരുമില്ലാതെ ഏകനായ എന്നെ നോക്കി അത്ഭുതവാൻ യേശു കർത്താവ് ഇങ്ങനെ ചൊന്നു: വെള്ളം കലങ്ങേണ്ട കുഞ്ഞെ, ഉള്ളം കലങ്ങിയിടും നിന്നെ കണ്ടു കണ്ണടച്ചിടാത്ത ദൈവമാണ് ഞാൻ. ഇതിൽ ഏറെ ചിന്തിപ്പിച്ച വരികൾ ഇതാണ്: വെള്ളം കലങ്ങേണ്ട കുഞ്ഞെ, ഉള്ളം കലങ്ങിയിടും നിന്നെ കണ്ടു കണ്ണടച്ചിടാത്ത ദൈവമാണ് ഞാൻ. കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിന്റെ കലക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനല്ല, മറിച്ച് ഉള്ളത്തിന്റെ കലക്കത്തിന് പ്രാധാന്യം നൽകുന്നവനാണ്. ഈ ലോകത്തിലെ ഭൗതികമായ ഒത്തിരി വെള്ളങ്ങളുടെ കലക്കം കാത്ത് നിരാശയോടുകൂടി കരയിൽ കഴിയുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ അതിനകത്ത് ഇറങ്ങാൻ പറ്റിയില്ലല്ലോ, അതിനകത്ത് ചെന്നിറങ്ങി ഭൗതിക നന്മകൾ പ്രാപിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയിൽ ഭാരപ്പെടുന്നവരായിരിക്കാം നമ്മൾ. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ ഉള്ളത്തിന്റെ കലക്കം കാണുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് പകലിൽ ഹൃദയം നുറുങ്ങിയും മനസ്സ് തകർന്നും ഉള്ളം കലങ്ങിയും കാണപ്പെടുന്ന എത്ര ദൈവമക്കളുണ്ടോ, അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. അവർക്കൊക്കെ അനുഗ്രഹം നൽകുന്ന ഒരു ദൈവം കൂടെയുണ്ട്. അത് വിശ്വസിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹവും ധന്യവുമേറിയ നല്ല പ്രഭാതത്തിനായി ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പകലിൽ ആരൊക്കെ ഹൃദയം നുറുങ്ങിയും മനസ്സ് തകർന്നും ഉള്ളം കലങ്ങിയും കാണപ്പെടുന്നുവോ, അവരെയൊക്കെ നീ അവിടുന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ ഭണ്ഡാരത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തൃപ്തരാകുകയില്ല എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവേ, സ്വർഗത്തിലെ ഭണ്ഡാരം, സ്വർഗീയ ഭണ്ഡാരങ്ങളെ തുറന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും നീ അവിടുന്ന് കാണുന്ന വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തുതിക്കുന്നു. മാനവും മഹത്വം അവിടെ നിന്ന് എടുക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.